ഇറാനിൽ ആക്രമണം കടുപ്പിക്കുന്നു അമേരിക്ക. ടെഹ്റാനിൽ വ്യോമാക്രമണം ശക്തമാക്കി. ആയുധശേഖരം വിശാലമാക്കാൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നിർദ്ദേശം നൽകി. അമേരിക്ക ഇസ്രായേൽ സംയുക്ത ആക്രമണത്തിൽ ഇറാനിൽ മരണം 1332. ലെബനോനിൽ ഇസ്രായേൽ ആക്രമണത്തിൽ 217 പേർ കൊല്ലപ്പെട്ടു. ഇറാനും തിരിച്ചടി തുടരുകയാണ്. പി ജെയിംസ് ഇന്റർനാഷണൽ ഡെസ്കിൽ ചെയ്യുന്നു. ജെയിംസ് സാർ, ഇവിടെ 4 ദിവസം കൊണ്ട് പെട്ടെന്ന് തീരും എന്ന് പറഞ്ഞത് പിന്നീട് 4 ആഴ്ച എന്ന് കേട്ടു, 6 ആഴ്ച എന്ന് കേട്ടു, പിന്നീട് 100 ദിവസം 100 ഡേ എന്ന് കേട്ടു. ഇതിപ്പോൾ എപ്പോഴാണെന്ന രീതിയിൽ ഒരു പിടിയുമില്ലാത്ത രീതിയിൽ മുന്നോട്ടേക്ക് പോവാണ്. യുദ്ധം ഇപ്പോഴൊന്നും തീരാൻ പോകുന്നില്ല എന്ന കാര്യത്തിൽ മാത്രമാണ് നമുക്കൊരു ഉറപ്പ്. ജെയിംസ്. ഹാഷ്മി, യുദ്ധം ഇപ്പോഴൊന്നും തീരുമെന്ന് പ്രതീക്ഷിക്കാനാവില്ല. പ്രത്യേകിച്ച് അമേരിക്കയുടെയും ഇസ്രായേലിന്റെ ലക്ഷ്യവും ഇറാന്റെ അതിനുള്ള മറുപടിയൊക്കെ കാണിക്കുന്നത് ഒരു തരത്തിലും യുദ്ധം അടുത്ത് തീരാൻ പോകുന്നില്ല. ഇപ്പം നടക്കുന്ന ഒരു സംഭവവികാസം എന്ന് പറയുന്നത് ഇതുവരെ ഇസ്രായേലും അമേരിക്കയും ഇറാനിലേക്ക് വലിയ രീതിയിലുള്ള ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഇറാന്റെ തിരിച്ചടി ഈ മണിക്കൂറുകളിൽ നടക്കുന്നു എന്നുള്ള റിപ്പോർട്ടാണ് വരുന്നത്. ഇറാൻ ഈ അർദ്ധരാത്രിക്ക് ശേഷം 5ാമത്തെ വേവ് ഓഫ് അറ്റാക്കാണ് ഇറാന്റെ നടക്കുന്നതെന്ന് ഇസ്രായേൽ മിലിറ്ററി തന്നെ സ്ഥിരീകരിക്കുന്നു. പ്രധാനമായും ടെല്ലവീവ്, ഇസ്രായേലിന്റെ തലസ്ഥാനമായ ടെല്ലവീവിനെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള മിസൈൽ അറ്റാക്കുകളാണ്. അതിൽ ബാലിസ്റ്റിക് മിസൈലുകളാണ് കൂടുതൽ. അതിൽ ഹൈപ്പർസോണിക് മിസൈലുകളും പ്രയോഗിച്ചിട്ടുള്ളതായി റിപ്പോർട്ട് വരുന്നു. ഹൈപ്പർസോണിക് മിസൈൽ ശബ്ദത്തേക്കാൾ വേഗത്തിൽ പോകുന്നതാണ് ഫത്ത-1, ഫത്ത-2. ഒരുപക്ഷെ ഇറാന്റെ ആവനാഴിയിലുള്ള ഏറ്റവും ശക്തമായിട്ടുള്ള മിസൈലാണ്. അതിനെയാണ് തടയാൻ ഇസ്രായേൽ ബുദ്ധിമുട്ടുന്നത്. മറ്റുള്ളതൊക്കെ അയൺ ഡോം വെച്ച് താഴെയിടുന്നുണ്ട്. ഒപ്പം തന്നെ ജെറുസലേമിൽ, ഹൈഫയിൽ, മധ്യ ഇസ്രായേലിലൊക്കെ വലിയ രീതിയിലുള്ള സൈറൻ മുഴങ്ങുന്നുണ്ട്. ഇസ്രായേൽ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ, കാരണം ഒരു അർദ്ധരാത്രിക്ക് ശേഷം 5 തവണ ഈ ഒരു ആക്രമണ പരമ്പര ഇസ്രായേലിലേക്ക് വരുന്നു എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു യുദ്ധത്തിന്റെ രീതിയിലല്ല. അതിന് തൊട്ടു മുൻപാണ് ഇസ്രായേലിന്റെ ആക്രമണം വലിയ രീതിയിൽ നടന്നത് ടെഹ്റാനിലേക്ക്. അവിടെ ടെല്ലവീവിലേക്കാണെങ്കിൽ ഇസ്രായേലിൽ ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിലെ വിമാനത്താവളങ്ങൾ, മെഹ്റാദ് വിമാനത്താവളം, അവിടുത്തെ കൊമേഴ്സ്യൽ മേഖലയിലൊക്കെ വലിയ രീതിയിൽ മിസൈലുകളും ബോംബുകളും ചെയ്യുന്നു. മാത്രമല്ല തീഗോളങ്ങളാണ്. അവിടുത്തെ വിമാനങ്ങൾക്ക് തീ പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ വലിയ അറ്റാക്ക് ഇറാനിൽ നടക്കുന്നു. ഇറാനിലെ മരണസംഖ്യ 1350 അടുത്ത് എത്തിയിരിക്കുന്നതായിട്ടാണ് റിപ്പോർട്ടിൽ. ലെബനോനിലും കരയുദ്ധം വളരെ രൂക്ഷമായിട്ട് നടക്കുകയാണ്. ഇസ്രായേൽ കയറി ലെബനോനിൽ ഇത് ചെയ്യുന്നു. വലിയ ഏറ്റുമുട്ടൽ നടക്കുന്നത് ലെബനൻ സിറിയൻ അതിർത്തിയിൽ വെച്ചാണ്. ഹെസ്ബുള്ളയുടെ ആർട്ടിലറി ഓപ്പറേഷൻസിന്റെ നേതാവ് കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഇറാൻ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള ആക്രമണങ്ങൾ ശക്തമാക്കിയിരിക്കുകയാണ്. പ്രധാനമായും US ബേസുകളിലേക്കാണ് ആക്രമിക്കുന്നത്. ജനവാസ കേന്ദ്രങ്ങളിൽ ആക്രമണമില്ല. അതുകൊണ്ട് വലിയ രീതിയിൽ ആശങ്കപ്പെടേണ്ട കാര്യമില്ല. ഗൾഫിൽ ഇത് ചെയ്യുന്ന ദശലക്ഷക്കണക്കിന് മലയാളികൾക്ക് അറിയേണ്ട കാര്യം, അങ്ങനെ ജനവാസ മേഖലകളിലൊന്നും അറ്റാക്ക് നടക്കുന്നില്ല. ഒറ്റയും തെറ്റയുമായിട്ടുള്ളതാണ്. ചിലപ്പോൾ എണ്ണശേഖരത്തിന് നേരെ സൗദിയിലേക്ക് വന്ന ഏതാണ്ട് 16ലേറെ മിസൈലുകൾ എല്ലാം തകർത്ത് കളഞ്ഞുവെന്നാണ്. പ്രത്യേകിച്ച് US ബേസിലേക്കാണ് സൗദിയിൽ വന്നത്. അതുപോലെ ഖത്തറിൽ, കുവൈറ്റിൽ ഇന്നലെയൊക്കെ വ്യാപകമായിട്ട് അവർ മിസൈൽ പ്രയോഗിക്കുകയായിരുന്നു. കുവൈറ്റ് അമേരിക്കയുമായിട്ട് 1991 മുതൽ വളരെ ബന്ധമുള്ള രാജ്യമാണ്. അപ്പോൾ കുവൈറ്റ്, ഖത്തർ, ഒമാൻ അടക്കം ഒരുപാട് രാജ്യങ്ങളിലേക്ക് ആക്രമണം നടക്കുന്നു. ഒരു കാര്യം കൂടി ഉള്ളത്, യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ഇറാൻ ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. നിങ്ങൾ ഇതിൽ പങ്കാളികളായാൽ നിങ്ങളുടെ യൂറോപ്പിലേക്കും ഇറാന്റെ ആക്രമണം നീളുമെന്ന ഭീഷണി ഇറാൻ മുഴക്കിയിട്ടുണ്ട്. ട്രംപ് പറഞ്ഞ പോലെ നിരുപാധികം കീഴടങ്ങണം, പുതിയ നേതാവിനെ തിരഞ്ഞെടുക്കാൻ തന്റെ പങ്കാളിത്തം വേണം. ഇതൊക്കെ ഇറാൻ തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. നീണ്ട യുദ്ധത്തിന് തയ്യാറാണെന്ന് ഇറാൻ പ്രഖ്യാപിച്ചിരിക്കുന്നു. ഹാഷ്മി, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.